ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഭൂകമ്പത്തിൻ്റെ വാർത്തകളാണ് വാർത്താ മാധ്യമങ്ങളിൽ നിറയുന്നത്. ഇത്തവണ ഭൂകമ്പം നടന്നത് സ്പെയിനിലാണ്. തിങ്കളാഴ്ച പുലർച്ചെയാണ് തെക്കൻ സ്പെയിനിൽ റിക്ടർ സ്കെയിലിൽ 5.3 തീവ്രത രേഖപ്പെടുത്തിയ ശക്തമായ ഭൂകമ്പം നടന്നത്. മിന്നൽപ്രളയവും കനത്ത മഴയും ഉണ്ടായി ഏതാനും മണിക്കൂറുകൾക്ക് ശേഷമായിരുന്നു ഭൂകമ്പം നടന്നത്. സ്പെയിനിൻ്റെ തെക്കുകിഴക്കൻ മേഖലയിലെ അൽമേരിയയിലെ ഒരു വിമാനത്താവളത്തിൻ്റെ മേൽക്കൂര ഭൂകമ്പത്തെ തുടർന്ന് ഭാഗികമായി തകർന്നിരുന്നു. ഇതുവരെ ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മേഖലയിലെ നാശനഷ്ടങ്ങൾ എത്രത്തോളം ഉണ്ട് എന്ന് അടിയന്തര സേവനങ്ങൾ വിലയിരുത്തുന്നുണ്ടെന്ന് ഇൻഡിപെൻഡന്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അൽമേരിയ തീരത്തെ കാബോ ഡി ഗാറ്റയിൽ പ്രാദേശിക സമയം രാവിലെ 7:13 ഭൂകമ്പം ഉണ്ടായതായി സ്പെയിനിലെ നാഷണൽ ജിയോഗ്രാഫിക് ഇൻസ്റ്റിറ്റ്യൂട്ട് അറിയിച്ചിട്ടുണ്ട്. കോസ്റ്റ ഡെൽ സോൾ, അലിക്കാൻഡെ പോലുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഭൂചലനം അനുഭവപ്പെടുകയുണ്ടായി. ശക്തമായ പ്രകമ്പനം യൂറോപ്യൻ മാക്രോ സീസ്മിക് സ്കെയിലിൽ 4 മുതൽ 5 വരെ റേറ്റ് ചെയ്ത മിതമായതോ ശക്തമോ ആയ തീവ്രതയിൽ എത്തിയെന്നാണ് ലഭ്യമാകുന്ന വിവരം. പ്രധാന ഭൂകമ്പത്തിന് മിനിറ്റുകൾക്ക് ശേഷം ഇതുവരെ 18 തുടർചലനങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രദേശത്തെ സ്പാനിഷ് തീരങ്ങളിൽ സുനാമി മുന്നറിയിപ്പ് താൽക്കാലികമായി പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ പിന്നീട് ഇത് പിൻവലിക്കുകയാണ് ഉണ്ടായത്. അൽമേരിയ വിമാനത്താവളത്തിലെ ഡിപ്പാർച്ചർ ലോഞ്ചിനുള്ളിലെ കഫേയുടെ സീലിംഗിൻ്റെ ഒരു ഭാഗമാണ് ഇടിഞ്ഞു വീണത്. സീലിംഗ് ടൈലുകൾ തറയിലേക്ക് ഇടിച്ചു വീണു. വിചിത്രമായ ശബ്ദങ്ങൾ കേട്ടു. പിന്നാലെ സീലിംഗ് അടർന്നു വീണു. തുടർന്ന് ഒരു വലിയ ഇടിമുഴക്കമുണ്ടായി. പെട്ടെന്ന് പ്രദേശം പൊടി കൊണ്ട് നിറഞ്ഞു എന്നാണ് ഒരു ജീവനക്കാരൻ പ്രാദേശിക മാധ്യമങ്ങളോട് പറഞ്ഞത്. ആ സമയത്ത് നിരവധി വിമാനത്താവള ജീവനക്കാർ കഫേക്കുള്ളിലുണ്ടായിരുന്നു. എന്നാൽ ആർക്കും പരിക്കേറ്റിട്ടില്ല. മുർസിയ, ഗ്രാനഡ, മലാഗ, ജെയിൻ എന്നിവയായിരുന്നു ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ സംഭവിച്ച പ്രവിശ്യകൾ. വടക്ക് കിഴക്കൻ സ്പെയിനിലെ തെരുവുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും കനത്ത മഴയും മിന്നൽ പ്രളയവും നാശനഷ്ടങ്ങൾ സൃഷ്ടിച്ചതിന് പിന്നാലെയായിരുന്നു ഈ ഭൂകമ്പം നടന്നത്. സ്പെയിനിൻ്റെ കാലാവസ്ഥാ കേന്ദ്രമായ AEMET, ഹ്യൂസ്ക, ടെറുവൽ, സരഗോസ, ബാഴ്സലോണ, ഗിറോണ, ലെയ്ഡ, താരഗോണ, കാസ്റ്റെല്ലോൺ എന്നിവിടങ്ങളിൽ കനത്ത കൊടുങ്കാറ്റ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ശനിയാഴ്ച ഉണ്ടായ വെള്ളപ്പൊക്കത്തെ തുടർന്ന് ബാഴ്സലോണയ്ക്ക് സമീപം കാറ്റലോണിയയിലുടനീളമുള്ള തെരുവുകളിൽ വെള്ളം കയറുകയുണ്ടായി. ഇതിനെ തുടർന്ന് 71 രോഗികളെ പെനഗൈഡ് റീജിയണൽ ആശുപത്രിയിൽ നിന്ന് ഒഴിപ്പിക്കുകയുണ്ടായി. അതേസമയം ശനിയാഴ്ച ബാഴ്സലോണയിൽ 2-3 മണിക്കൂറിനുള്ളിൽ കുറഞ്ഞത് 155 മില്ലിമീറ്റർ മഴ പെയ്യുകയുണ്ടായി. നവാരയിൽ 97 മില്ലിമീറ്റർ മഴ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സരഗോസയിലും ജിറോണയിലും കനത്ത മഴ തന്നെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്.